ഇല്ലടല്ലേ ന്യൂസ് മൊത്തം തരംഗം പറഞ്ഞാലും പറയുന്നത് ഒരുപാട് തരംഗം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി ഇല്ലടല്ലേ ഹേമ കമ്മിറ്റി എന്ന് നിങ്ങൾക്ക് എന്താണെന്ന് അറിയോ? ഹേമ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേ ഗൂഗിളിൽ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നടികൾക്കെതിരെയുള്ള നടികളുടെ ആ ഒരു സംഭവങ്ങൾ ഇല്ലടല്ലേ ഈ നിയമങ്ങളും സംഭവങ്ങൾ IPC പറഞ്ഞ പോലെ ഈ സിനിമയുടെ ഒരു സംഭവം ഇല്ലടല്ലേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ പോലെ അതേപോലെ സെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ റിപ്പോർട്ട് കാര്യങ്ങൾ ഒരു 235 പേജ് സംതിങ് റിപ്പോർട്ട് പറഞ്ഞാൽ കിട്ടിയിട്ടില്ലടല്ലേ. അത് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ അതാ മനസ്സിലായത്. അത് കുറെ വായിക്കാനുണ്ട് ഓരോ ആക്ട് പ്രകാരമൊക്കെ. അപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരിക്കുകയാണ് ഇല്ലടല്ലേ. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ ഇല്ലടല്ലേ ന്യൂസിൽ പറഞ്ഞ പോലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇല്ലടർ മനസ്സിലാക്കുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് പറഞ്ഞല്ലേ കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു സംഭവം സിനിമയിൽ നടക്കുന്നുണ്ട്, മനസ്സിലല്ലേ? അതിപ്പോ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ എല്ലാത്തിലും നടക്കുന്നുണ്ടെന്ന് മനസ്സിലായില്ലടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി ഇപ്പൊ കുറെ സിനിമ ആൾക്കാർ രംഗത്ത് വന്നു. സിനിമ ആൾക്കാർ പറഞ്ഞാൽ സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള രംഗത്ത് വന്നു. അവർ പറഞ്ഞു ഇമാതിരി മോശം ഫിലിം ഇൻഡസ്ട്രി ഇല്ലെന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? മലയാളം ഫിലിം ഇൻഡസ്ട്രി പോലെ മോശം ഫിലിം ഇൻഡസ്ട്രി വേറെ ഇല്ല. പിന്നെ സംഘടനയ്ക്ക് വേണ്ടി നല്ലൊരു പേരാണ് കേട്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്റെ പൊന്നു സംഘടന പേര് മാറ്റണം ഫുള്ള്. ഞാൻ കമന്റും കാര്യങ്ങളൊക്കെ പോയി നോക്കി ന്യൂസിൽ ഫുള്ള് എന്താ വെച്ചാൽ ഫുൾ അവർക്കെതിരാണ് കേട്ടല്ലോ, മനസ്സിലായില്ലേ? എന്താ വെച്ച് കഴിഞ്ഞാൽ കാസ്റ്റിംഗ് വെച്ച് ഒരു സംഭവം നടക്കേണ്ടില്ല. നിങ്ങൾക്ക് അറിയുമോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കല്ല. റോസാപ്പൂ എന്നൊരു സിനിമ കണ്ടിട്ടുണ്ടോ? ബിജുമേനനും സൗബിനൊക്കെ ഉള്ളത്. അതിൽ കിലർ കറക്റ്റായി കാണിക്കുന്നുണ്ട് ആ സീന് കാര്യങ്ങളൊക്കെ. എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അഞ്ജലി, തമിഴ്നാട്ടി അഞ്ജലിയാണ് കേട്ടല്ലേ അഭിനയിക്കാൻ വേണ്ടി വരും. എന്നിട്ട് സൗബിൻ ഡയറക്ടറാണ്. ഡയറക്ടർ പോയിട്ട് വാതിൽ മുട്ടും, വാതിൽ തുറക്കൂ, അടുത്ത 4 സിനിമയിൽ നടി നീ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ വാതിലൊക്കെ മുട്ടിയില്ലല്ലേ. സെയിം സാധനം തന്നെയാണ് ഈ കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറഞ്ഞ സംഭവം, മനസ്സിലായില്ലേ? നടികൾ വഴങ്ങേണ്ടി വരുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇവര് ഫിലിം ഇൻഡസ്ട്രിയിൽ പുറത്താക്കിയില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ പറയുന്നതനുസരിച്ച് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും ഉയരങ്ങളിൽ എത്താം എന്ന സംഭവം. അതാണ് കാസ്റ്റിംഗ് കൗച്ച് ഇല്ലടല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പുതു നടികളായാലും ആരായാലും വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ ഓഫർ ഇല്ലടല്ലോ. അപ്പോൾ നിങ്ങൾ നമ്മൾ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയും മുന്നേറാം, മനസ്സിലല്ലേ? നിങ്ങൾക്ക് ഇനിയും മുന്നേറാം. എന്ത് നമ്മൾ പറയുന്ന പോലെ കേട്ടാൽ, മനസ്സിലല്ലേ? അതിപ്പോൾ ഡയറക്ടർ ആവാം, ചിലപ്പോൾ സിനിമാ നടന്മാരാവും, ചിലപ്പോൾ പ്രൊഡക്ഷൻ ടീം ആവാം, ചില പ്രൊഡ്യൂസർ, അങ്ങനെയൊക്കെ ആയിരിക്കും ഇല്ലടല്ലോ. എന്താ വെച്ചാൽ അവർ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതുണ്ടാവും. അതാണ് സംഭവം. അപ്പോൾ ഞാൻ ചെറിയ ന്യൂസ് വന്നിട്ടില്ല, ന്യൂസ് പ്ലേ ചെയ്യാൻ ഞാൻ ബാക്കി പറയാം. ഓക്കെ. മലയാള സിനിമയിൽ നടക്കുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പല മൊഴികളും തന്നെ ഞെട്ടിച്ചു എന്നാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി വന്നിരിക്കുന്നത്. അതിൽ തന്നെ സ്ത്രീകൾ വലിയ തരത്തിലുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കപ്പെടുന്നുണ്ട്. അവസരങ്ങൾ കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. ചൂഷണം ചെയ്യുന്നവരിൽ മലയാള സിനിമയിലെ പ്രധാന നടന്മാർ കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. പഴങ്ങാത്ത നടികളെ സിനിമയിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സമ്പ്രദായം മലയാള സിനിമയിൽ നിലനിൽക്കുന്നു. വഴിവിട്ട കാര്യങ്ങൾക്ക് നിർബന്ധിക്കുന്നവരിൽ ചില സംവിധായകരും നിർമ്മാതാക്കളുമുണ്ട് എന്ന് തുടങ്ങി മലയാള സിനിമയിൽ പിന്നാമ്പുറത്ത് നടക്കുന്നത് അടിമുടി സ്ത്രീ വിരുദ്ധതയും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ലൈംഗിക ചൂഷണം അടക്കമുള്ള കാര്യങ്ങളുമാണ് എന്ന് തുറന്നു പറയുന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. നിർണായകമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൊഴികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല എങ്കിൽ പോലും മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വിവേചനത്തിന്റെ ആഴവും പരപ്പും എത്രത്തോളമാണ് എന്ന് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഉള്ളടക്കം വിളിച്ചു പറയുന്നുണ്ട്. ഈ പ്രശ്നങ്ങൾ അതിസങ്കീർണമായി മലയാള സിനിമയിൽ മാറാൻ പോകുന്നു. കാരണം ഇതിലെ ആരോപണ വിധേയരായ ആളുകൾക്കെതിരെ ഒരുപക്ഷെ പരാതിക്കാർ കൂടുതൽ മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരാനുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. ഏതായാലും മലയാള സിനിമയിലെ ചില സംവിധായകർ, ചില നിർമ്മാതാക്കൾ, ചില പ്രധാന നടന്മാർ ഒക്കെ തന്നെ സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നതിൽ മുൻപന്തിയിലാണെന്നും അതിന് വഴങ്ങാത്തവരെ സിനിമ കാണിക്കാതെ അവരെ പുറത്താക്കുന്നതിൽ നിൽക്കുന്നുണ്ട് എന്നുമുള്ള സുപ്രധാനമായ കണ്ടെത്തലുകൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉണ്ട്. ഇതടക്കം സ്ത്രീകൾ പ്രധാന നടന്മാർ അല്ലെങ്കിൽ പ്രധാന ഡയറക്ടർമാർ, പ്രധാന പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെ കുറെ ആൾക്കാരുണ്ട്, പ്രധാനപ്പെട്ട ആൾക്കാർ. എന്താ വെച്ച് കഴിഞ്ഞാൽ അവര് പറയുന്ന പോലെ കേട്ടില്ല വെച്ച് കഴിഞ്ഞാൽ ഇവരെ സിനിമയിൽ നിന്ന് പുറത്താക്കും, മനസ്സിലല്ലേ? ഈ സിനിമ ലോകം കാണിക്കുകയില്ല. എന്നാലും അവർ പറയുന്ന പോലെ കേട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഉയരങ്ങളിലെത്താം. അടുത്ത പടത്തിലൊക്കെ നിങ്ങളെ നടിയാക്കും, ഇല്ലെങ്കിൽ അതിൽ കൂടുതൽ വേറെ സജസ്റ്റ് ചെയ്യും. അങ്ങനത്തെ ഓരോ സംഭവങ്ങളിലിടല്ലേ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? കാസ്റ്റിംഗ് കൗച്ച് എന്നൊരു സംഭവം. കാസ്റ്റിംഗ് കൗച്ച് പറഞ്ഞാൽ അതാണ് ഇടല്ലേ. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ ഉപയോഗിക്കുക. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അത് സെക്ഷലി ആവാം, വേറെ എന്തെങ്കിലും ആവാം, അതൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ ഉപയോഗിച്ചിട്ട് അവർക്ക് അത് വെച്ച് പിന്നീട് ഓഫറുകൾ കൊടുക്കുക, മനസ്സിലല്ലേ? അങ്ങനെ അവർ പറയുന്ന പോലെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും അവർക്ക് അവസരങ്ങൾ ഉണ്ടാവും. ഇല്ലയെന്ന് പറഞ്ഞാലോ സിനിമ എന്നൊരു ഫീൽഡിൽ നിന്ന് അവർ പുറത്താക്കും. ഇനിയിപ്പോൾ അഭിനയിച്ചവരാണെങ്കിൽ കൂടി എന്തെങ്കിലും പറഞ്ഞ് പുറത്താക്കില്ല. അങ്ങനെയാണ് സംഭവം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലല്ലേ? അപ്പോൾ അതിൻ്റെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതൊക്കെയാണ് ഇല്ലട പറയുന്നത്. നടിമാരുടെ മുറിയുടെ വാതിൽ മുട്ടുന്നത് പതിവൊന്നും ഇല്ലടല്ലോ, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് സിനിമ സമയത്ത് തന്നെ ഷൂട്ടിംഗ് സമയത്തൊക്കെ നടിമാരുടെ വാതിലുകൾ മുട്ടുന്നതൊക്കെ പതിവെന്നൊക്കെയാണ് പറയുന്നത് ഇല്ലടല്ലേ. പിന്നെ കുറേ രക്ഷിതാക്കൾക്ക് ഇതിനു വേണ്ടി വഴങ്ങി കൊടുക്കേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ റിപ്പോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇല്ലടല്ല. കുറേ ന്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.